റിയൽട്ടർ ഏജൻസ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, റിയൽട്ടർ ത്രൂ നമ്മൾ ഒരു പുതിയ ലോഞ്ച് പ്രൊജക്റ്റിന് നമ്മൾ പോകുമ്പോൾ റിയൽട്ടർ ത്രൂ നമ്മൾ ചോദിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാകുന്നുണ്ട്. അതായത് ഈ റിയൽട്ടർ രജിസ്ട്രേഷൻ ഉള്ള ആളാണോ, അവരുടെ രജിസ്ട്രേഷൻ നമ്പർ എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഇവർ ബിൽഡറായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാവുമായിരിക്കും. ഇവർക്ക് ആ ഏരിയയിലെ പ്രോപ്പർട്ടിയെക്കുറിച്ച് നല്ല അറിവ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ ബിൽഡറിനെ കുറിച്ചാകുമ്പോൾ ഇവർ ആ ബിൽഡറുടെ നെഗോസിയേഷനൊക്കെ ഏറ്റവും ഈസി ആയിട്ട് നടക്കാൻ പറ്റും. കാരണം കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ് അവർക്കുള്ളത്. അപ്പം ഇതിൽ നമുക്ക് വേണ്ടി അവർ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നിട്ടത്. അത് പിന്നെ വേറൊരു കാര്യമുണ്ട്, അവർക്ക് ചില കാർ പാർക്കിംഗ് ഏരിയകളൊക്കെ അവർക്ക് കൂടുതൽ ചോദിച്ച് മേടിക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും അവർ ബെനിഫിഷ്യറി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വേറൊരു കാര്യം അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എത്രയാണ് ഇതിൻ്റെ കമ്മീഷൻ എന്ന് ചോദിക്കുക. സാധാരണ നമുക്ക് നോർമൽ ഒരു പുതിയ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡറായിട്ടുള്ള രീതിയിലുള്ള ബിസിനസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഏജൻസ് റിയൽട്ടർക്കോ നമുക്ക് കമ്മീഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ബിൽഡർ അവർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഒരു പുതിയ പ്രൊജക്റ്റ് പ്രൈമറി സെയിലിലേക്ക് പോകുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വന്നിട്ട് അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമുള്ള വീഡിയോകൾക്ക് ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക.